ഷൊർണൂർ മംഗലാപുരം റൂട്ട് 4 വരി പാതയാക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 3-ാം പാതയ്ക്കും 4-ാം പാതയ്ക്കുമായുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി വരുന്നതായി മന്ത്രി വ്യക്തമാക്കുന്നു. ഷൊർണൂർ മുതൽ കോയമ്പത്തൂർ വരെയുള്ള 99 കിലോമീറ്ററിൽ 4 വരി പാത ആക്കുന്നതിനുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞു. എറണാകുളം കായംകുളം റൂട്ടിലെയും തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലെയും 3-ാം പാതയ്ക്കായുള്ള റിപ്പോർട്ടും തയ്യാറായെന്ന് അശ്വിനി വൈഷ്ണവ് ലോക്സഭയെ അറിയിച്ചു. ബി ബാലഗോപാൽ ചേർന്നു. ബാലു, വിവരങ്ങൾ. ലോക്സഭയിലാണ് ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിലെ റെയിൽ വികസനത്തെ സംബന്ധിച്ചുള്ള സുപ്രധാനമായ ചില കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഷൊർണൂർ മംഗലാപുരം റെയിൽവേ പാത 4 വരി പാതയാക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്ന് അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയതാണ്. 3-ാം പാതയ്ക്കും 4-ാം പാതയ്ക്കുമായുള്ള ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറായി വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം മറ്റു 3 മേഖലകളെ സംബന്ധിച്ചുള്ള ഈ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറായതായും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ഷൊർണൂർ മുതൽ കോയമ്പത്തൂർ വരെയുള്ള 99 കിലോമീറ്ററിൽ 4 വരി പാതയാക്കുന്നതിനുള്ള ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടും എറണാകുളം കായംകുളം റൂട്ടിലെയും തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലെ 3-ാം പാതയ്ക്കായുള്ള റിപ്പോർട്ടും തയ്യാറായി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കായംകുളം തിരുവനന്തപുരം റൂട്ടിലെ 3-ാം പാതയ്ക്ക് വേണ്ടിയുള്ള പ്രോജക്ട് റിപ്പോർട്ടും തയ്യാറായി വരുന്നതായും അശ്വിനി വൈഷ്ണവ് ലോക്സഭയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള പ്രതിബദ്ധതയാണ് ഇത് തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 60 വർഷങ്ങളിൽ ഉണ്ടാകാത്തത് അത്രയും വികസനമാണ് റെയിൽവേ മേഖലയിൽ ഈ NDA സർക്കാരിന്റെ കാലത്തുണ്ടായതെന്നും അദ്ദേഹം ലോക്സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു.